കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെരുന്നാളിന് ആരംഭം കുറിച്ചുകൊണ്ട് സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയാണ്. പള്ളിയകത്ത് സാമൂഹിക അകലം പാലിച്ച്, പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്നവർ പള്ളിയകത്തേക്ക് കയറി സാമൂഹിക അകലം പാലിച്ച് സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്ക് മർദ്ദമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും ദൈവം തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമീൻ. ഖേദിക്കേണ്ട മശിഹായിൽ മൃതരായോരേ, പ്രതിഫല ദിനവും പുനരുദ്ധാനവുമാഗതമായി രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാ നിങ്ങൾ നാശം കൂടാതെഴുന്നേൽക്കും ഖബറുകളിൽ നിന്നോ മഹിതമതാ നിലയങ്ങി ചാർത്തി സ്തുതി പാടോ തൻ സവിധേ നിങ്ങൾ ആദാമിൻ സുതജീവദനെ ദയ ചെയ്തിടേണോ. ബാരക്കുമാ ശുഭഹൂലാബൂൽ ഭറോവൽ റൂഹു ഖാദീശോ. ഹല്ലേലൂയ. ധൂപാർപ്പണമതു മൂന്നാം നാളിൽ മൃതരായോർക്കാ ചെയ്യും പതിവാദി തന്നെ സീത കാണിച്ച മോറാനി ശോഭൃതി പൂണ്ട പോളീറേർ മധ്യ രോഗാമൂലം കബറുള്ളിൽ സംസ്കാരം ചെയ്തു മണ്ണാല നാമിനെ സൃഷ്ടിച്ചോ രുയിരിന്ന ധനുരൂപം വെച്ച അടിയാതൂപം നിന്ദാശ്വാസം നൽക മുറിയോറായി നീലോ ആധാരേ. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാ കീടണമേ. നിന്നിൽ
ഇസ്ഹാഖുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതനുയിർ സുതനു ശരീരങ്ങൾ പാടണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശുഭ്ഹുലാ ബുൽബ്രോവൽ റൂഹു ഖാദീശോ. കാരുണ്യവാനായ കർത്താവേ നിന്റെ മഹാപുരോഹിതനായ മോറിവാനിയോസിന്റെ ഓർമ്മ ദിവസത്തെ ആദരവോടെ കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. ആ വിശുദ്ധൻ ലോകത്തെ പരിപൂർണമായി ത്യജിച്ചും കുരിശെടുത്ത് നിന്നെ അനുഗമിച്ചതിനാൽ നീ ബഹുമാനിക്കുകയും പൗരോഹിത്യ സ്ഥാനത്തേക്ക് കയറ്റുകയും നല്ലിടയനെ പോലെ ഭരണം നടത്തിയ ആടുകൾക്ക് വേണ്ടി കഷ്ടതപ്പെടുന്നതിന് പ്രാപ്തനാക്കുകയും ചെയ്തു. ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾ തിരുവിഷ്ടം അനുവർത്തിച്ച് ചെയ്യുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളെ ഞങ്ങൾ വാങ്ങിപ്പോരെയും ആ പരിശുദ്ധനോടൊന്നിച്ച് ആനന്ദിപ്പാൻ യോഗ്യരാക്കണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ.
നിന്റെ കന്യയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായച്ചു കളയണമേ. എന്റെ ആത്മനായി കഴിയുന്ന പാവനോട് പാക്കണമേ. എന്നാൽ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാവങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ അറിയിച്ചു. എന്റെ സ്വഭാവം എന്റെ മേൽ തിളക്കണമേ. ഞാൻ ഇവിടെ പാവപ്പെടുത്തലാൽ ഉണ്മയാക്കണമേ. കുറച്ച് വചനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ച് കളയണമേ. ദൈവമേ, ഇവിടെ ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്നെ പുതുതാക്കണമേ. നിന്റെ തിരുമുതലകളെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ നടക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തവാദർശിക്കണമേ. നാം നീതിയെ സ്തുതിക്കും. കർത്താവേ, തുറക്കണമേ. നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ വിലകളിൽ ഇതിന് മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോ നീതിയോടുകൂടി ബലികളിലും ഹോമനും രക്ഷപ്പെടുമ്പോൾ ബലിയെടുത്തന്മേൽ കാളകേറും. ദൈവമേ, സ്നേഹമാകുന്നു. പാറക്മോ കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ. എന്നോട് ഉത്തരമല്ലി ചെയ്യണം. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന നിന്റെ ഉപാധവും പോലെയും എന്റെ കൈകളിലെ കാഴ്ച ഒരുപാട് പോലെ എനിക്ക് മാറാകണമേ. എന്നെ പ്രവർത്തിക്കാതിരിക്കുന്നുണ്ട് വായിക്കാവൽക്കാരനെയും എന്റെ ഓരങ്ങൾ സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ നിലയ്ക്ക് ഒഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥനയുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാലയും തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കർത്താവേ, ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണ്ണുകൾ മറച്ചു വെച്ചിട്ടുള്ള പ്രകാശികളുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് ഒരു ന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കൊണ്ടപ്പെട്ടു പോകാൻ ശബ്ദത്താ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താ ഞാൻ കർത്താവോട് പ്രാർത്ഥിച്ചു. അനുപമ സങ്കടം ബോധിപ്പിച്ചു. അനുപമ നിനക്ക് തരികയും ചെയ്തു. നീ എന്റെ ഓടുവകളെ അറിയുന്നുവല്ലോ. നടപ്പുകളുടെ വഴിയിൽ ഒരെനിക്കായി കണ്ണുകൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നില്ല എന്ന് ഞാൻ കണ്ടു. സംഗീത സ്ഥലവും എനിക്കില്ലാതെയായി. എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാവുന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവൾ ബലാന്മാരായതുകൊണ്ട് അവിടെ തന്നെ വിടിയിക്കണമേ. ഞാൻ നാമത്തെ സ്വന്തം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാലാർത്ഥം പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ ആചരിപ്പാനായിട്ട് ഞാൻ നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്നാ എന്നെ പഠിപ്പിക്കണമേ. എന്റെ പ്രമാണം ഞാൻ മറന്നില്ല. പാവികളേക്ക് ആട്ടങ്ങളെ വെച്ചു. എന്നാൽ കൽപ്പന മാറിപ്പോയില്ല. സാക്ഷി നീ വാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അതിന് ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പന സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവൻ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. ബാറക്മോ റൂഹോ കാദീശോ മിൻപോലും വാദമുൽ ഓലം ഉൽമീനാമി ദൈവാംബികയേ യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം ഭൂപ
തന്തയവാദരയിന്നും അഖിലേശൻ നീക്കട്ടെ കോപത്തിൻ വടികൾ. സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കിക്കൊടുക്കുകയും ചെയ്ത കർത്താവിന് ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായിച്ച് നീക്കി ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ കഴിയാതെ ഓട്ടം വളരെയും വലിയവുമായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനായുള്ളവേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനേ, നിന്റെ കരുണയാൽ അടിയങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹാ തമ്പുരാനെ, കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും നീ ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാനായി വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്കും തരുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാറക്മൂർ ഹോശു വബ്കൂലി സുബാൻ ലുൽമീ. സൗന്ദര്യശ്രേഷ്ഠനായ മാറിവാനിയോസ് പിതാവേ, ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി മഹാസന്തോഷത്തോടു കൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മാറിവാനിയോസ് പിതാവേ, അവിടുന്ന് ഭാഗ്യവാനാകുന്നു. യെർമിയായും ശമൂവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട
ഭാഗ്യവാനായി മാറിയുവാനിയോസ് പിതാവേ, അവിടുന്ന് സൗഭാഗ്യശാലിയാകുന്നു. തൻ്റെ നാഥൻ്റെ ശ്രീമണ്ണാരത്തിൻ്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മാറിയുവാനിയോസേ, അവിടുന്ന് ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഓസ്ലേം വിഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. അവിടത്തേക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതികരേറ്റുകയും ചെയ്യുമാറാകണമേ. من الوهن كابل حسد هابد شبكونو داتوين بطريقو والملولم والمي വാഴ്ത്തുക നാഥനെ സർവജനോ നിബിയ സ്ലീഹന്മാർ സിദ്ധർ സഹദീർക്കോ പരിമളധൂപത്തോ നോർമ ഭവിക്കട്ടെ ബാരക്കുമാ ശുഭഹുലാബോൽ ഭരോവൽ റൂഹു കാദീശോ മിൻപോലും മാതാമുൽ വിമല സഭയ്ക്കും പ്രജകൾക്കെല്ലാവർക്കും മറിയാമിന്നോർമ വാഴ്വായി തീരണമേ. അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ. ദൈവസുതൻ ജനനീ കന്യകമറിയാമി നോയാൻ മുഴുവനിലും പരിമളമേകുന്നു. ഭാഗ്യം നിബിയർക്കോ ഭാഗ്യം സ്നേഹർക്കോ ഭാഗ്യം സഹദേർക്കോ പുനരുദ്ധാനദിനെ മസിഹായെ കാണാൻ കാക്ഷിച്ചൊരു സഹദേ വാളാ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. നീതി നിറഞ്ഞവനെ ന്യായാധിപതേ നീ കൃപയാൽ ക്ഷമയേകി ദയ ചൊരിയുകനാഥ. തിരിച്ചു പറഞ്ഞോല ശീമോനിന്നതുപോ ശരണാഗതനാമേ മീതയ ചെയ്യണമേ. ആദംഗം തീണ്ട താനന്ദസ്ഥാനേ പിതൃസോദരരെല്ലാം വിശ്രമമേൽക്കണമേ. കർത്താവേ, നിന്റെ മഹാപുരോഹിതൻ നിന്റെ സന്നിധിയിലേക്ക് വന്നു ചേർന്ന നിന്റെ ആത്മീയാട്ടിൻപറ്റമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ നിന്ന് മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവായ മോറിയോവാനിയോസ്ബാവായുടെ പെരുന്നാൾ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്ന പരിമളധൂപത്തെയും ശുശ്രൂഷകളെയും കൈക്കൊള്ളുമാറാകണമേ. ഈ പരിശുദ്ധ പിതാവിന്റെ അപേക്ഷകളാൽ ഞങ്ങൾക്ക് സഹായം അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ദുരാത്മാക്കളിൽ നിന്നും ദുഷ്ടജനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സഭ എന്ന നിന്റെ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിന്ന് നിന്റെ സുവിശേഷം പ്രചരിപ്പിച്ച് നിന്റെ രാജ്യം ലോകമെങ്ങും വ്യാപിപ്പിക്കുവാൻ ശക്തി നൽകുമാറാകണമേ. ഞങ്ങൾ വാങ്ങിപ്പോയ വിശ്വാസികളും ഞങ്ങളുടെ പിതാവായ മോറിയോവാനിയോസ്ബാവയോടൊന്നിച്ച് നിന്റെ സന്നിധിയിൽ വന്നു ചേർന്ന് നിനക്ക് സ്തുതിയും സ്തോത്രം പാടുമാറാകണമേ. മോറൻ വാളാഹാലവൽ രാജാവാം
രാജേശ്വരി നിൻ വലഭാഗി ഹാലേലുയ്യ ദൈവജനനി ധന്യ കന്യകമറിയ തനുപൂണ്ടൊരു മേഘം നീതാൻ നീതി എൻ സൂര്യ ഉജ്ജ്വലമായി ശോഭ പരത്തിയൊരംബരവും നീ ദൃഷ്ടാന്തമതായി മോശവരച്ച ദിവ്യ വരണം നീ ഭൂവാനോ സംവാഹി പോരെ പേറിയ ശാരീരികരതവും നീ കർത്തൃഹിതത്ത തന്മാതാവായി തേ നൊരു തരുണി ബാരിക്കുമോ ശുഭഹൂലാബോലഭരോൽ റൂഹു ഖാദീശോ ഹല്ലേലൂയ ദൈവജനനി കന്യകേ നാനാദിശയിൽ നിന്നങ്ങൾ മേലലറുന്നോരലകൾ നീങ്ങണമേ സർവേശാസവിധം ധൈര്യമുള്ളോരമ്മേ തിരുസുതനരുളും ദയകളിലാകാം അഗ്നിയാം സൗഖ്യം രോഗാതുരരേറ്റേ വിഷമിപ്പോ രാശ്വാസത്തെയും ദൂരസ്ഥ പ്രത്യാഗമനം മോചനമേൽക്കും നീൻ വത്സലർ പന്തിരു സ്നേഹ പ്രാർത്ഥന മൂലോ വാഴ്ത്തുക നാഥ കൃപയാലേ പന്തിരുമാസങ്ങൾ വന്നിടുക കാലകാലം വേനൽ വർഷവും നന്മകൾ നാഥൻ നൽകട്ടെ വിളഭൂമികൾ വിളവോ ഫലമൂലാദികൾ വളരാനായി വാഴേറോ വൃഷ്ടിയുമേകണമേ നിർധനരവശ ഭക്ഷിച്ച നിൻ സ്തുതി പാടട്ടെ വദനേരത്തേറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ചേയാം വിസ്മിതനായി പാരം കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവം അറിയാതിവരിത് ചെയ്യുന്നു ക്ഷമനൽ പ്രതിനേര തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥ അനുയോജ്യൻ ദാസൻ തൻ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണാമയനീശു നാഥ നിൻ വരവു വരേക്കും സഭയിൽ നിന്നോ മക്കളിൽ നിന്നും മോറിവാനീ സ്മൃതിമാടരുതേ ദേയറാകൾ പള്ളികളിന്നും നാനാദിശയിൽ സ്തുതി ഉയരട്ടെ നിൻ പേർക്കായി വർദ്ധിതമായെന്നോ സ്തുതി ഉയരേ ഈറേർമാവൃന്ദോ ഭുവി മനുജ സ്തോത്രവും അർപ്പിക്കും ഭക്ത സ്മൃതി വിസ്തൃതമാക്കും നാഥാമുഖപക്ഷം തില്ലും നിൻ വിധി നേരത്തില്ലാത്തതിനായി ഭീതിക്കും ഭീകരമാ
പുറത്തീന്നും നിന്നുടെ നീതി എൻ കീഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദേശിക്ക നിൻ കൃപ നിൻ നീതിയോടീക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്ത് നീക്കും ദൈവത്തോ നണമിന്മേ യായീശൻ നിഷ്കരുണം വിധി ചെയ്തിടോ ഇല്ലാതെല്ലും മുഖപക്ഷം കൈക്കോലിയുമിവിടെ ശോധിതമാ സ്വർണത്തേക്കാൾ രത്നത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമുൻപിൽ പ്രീതി നാഥായേ കണ്ണീർ കൈക്കൊണ്ടേ തെൻ പാപ കടവും മോചിക്ക കൃപയാലെന്മേൽ കനിയണമേ ദയചേ യുഗനാഥ ഞങ്ങൾക്കായവർ തീർന്നതന നരനായി തീർന്ന് പീഡകളെ നികരക്ഷിച്ച നാഥാ ദേവേശ ഈദനിലേക്കാദാമിൻ പുനരാഗമനം നൽകാനായി ശബ്ദമത ഭൂവിൽ നീ മേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉദ്ധാനം കാക്ഷിക്കുന്നോരിൽ കന്മഷമില്ല നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ. ഹല്ലേലൂയ്യോ, ഹല്ലേലൂയ. സാദിഖു അഗദഗലോന ഫറ വാഗർസദ ലബനൻ നശ്വാ. ഹല്ലേലൂയ. Moram sheni wadana sonana husonis nasma Laswar sodmene gay sudalo bevangelion Kadi sod morane shomshigo dumasakre alain ശ്ലോമോ ലുക്കുൽക്കോ. അവിടുത്തെ ആത്മാവോട് കൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadishud moranesim shiho korususo mahinizo men yuhanon shliho magresud magresai furkono lulmo. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sapnohukil din the brono sid moren maluhan forukudilan ishom shiho. Melsudaluho desbasa memsudu kadisu Mariam holindin hukano kuwai. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എൻ്റെ കൽപ്പന. ഒരുവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, എന്തെന്നാൽ ദാസൻ തന്റെ യജമാനൻ എന്ത് ചെയ്യുവാൻ പോകുന്നെന്നറിയുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിപ്പാനും നിങ്ങളുടെ ഫലം നിലനിൽപ്പാനും തക്കവണ്ണം നിങ്ങളെ ഞാൻ നിയമിച്ചുമിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനായി ഞാനിങ്ങനെ കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മുമ്പേ അതെന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞുകൊള്ളുവിൻ.
നിങ്ങൾ ലോകസംബന്ധികളായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകസംബന്ധികളല്ല. എന്തെന്നാൽ ലോകത്തിൽ നിന്ന് നിങ്ങൾ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ലെന്ന് ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം ആചരിച്ചെങ്കിൽ നിങ്ങളുടേതും ആചരിക്കും. എന്നാൽ എന്നെ അയച്ചവൻ ഇവർ അറിയായിക്കൊണ്ട് എന്റെ നാമനിമിത്തം ഇതെല്ലാം അവർ നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ വിരുദ്ധരാകാതിരിപ്പാനായി ഇവയെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സംഘത്തിൽ നിന്ന് തള്ളിക്കളയും. ഓരോരുത്തരും നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാടർപ്പിക്കുകയാകുന്നു വിചാരിക്കുന്ന ഘട്ടവും വരും. അവർ എൻ്റെ പിതാവിനെ ആകട്ടെ എന്നെയാകട്ടെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. ഷൈനോ ശ്ലോമോ ലുക്കുൽക്കോ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയോ ഹാലേ ലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരുദാസരനീ ജീവസ്വരമതുണർത്തണമേ. കബറിന്യാരത്തിന്ന സ്തൗമിൻ കാലസ്കുറിയായിസോ. ഭൂവാനം നാഥ നീന്റെ അധികാരം തീയവിടുന്നും ശ്രീവായാൽ ദേഹികളെ തൻവാൽ മുതറി കൃപ ചെയ്യുക. ബാരിക്കുമോ സുബഹൂല ബോൽ ഭരോവൽ റൂഹോ ഖാദീസോ. മൃതജീവദനേതേ സ്തോത്രം ഉയർത്തവരിൽ നൽകും നാഥ. തൃത്വത്തിൻ തിരുനാമത്തിൽ എന്നേക്കും ഹല്ലേലൂയ. മൊറിയോറാഹി മീലൈനോ ആദാരേ. മാതൃവിശുദ്ധരുടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ. തൽ പ്രാർത്ഥനയാ പുണ്യം ഞങ്ങൾ കുംവിഗതർക്കോ. ധന്യനീപിയ സ്നേഹസഹതേ മാറി നിങ്ങൾ പ്രാർത്ഥനയെങ്ങൾ അഭയം തന്നെ തുണയേകിടുവേ. നേദ്രവത്സലരേ സുതമർമ്മത്തെ ആത്മജരേത വേദം പ്രാപേ ചാർത്തരയെല്ലാം സംരക്ഷിപ്പേ. നിർമ്മലമാകും വാനവഗാനം കൈക്കൊള്ളുവോനേ. അടിയാം സ്തോത്രം കേൾക്കണമപ്പാ. ദയം ചെയ്യണം. മാ
സർവവിശുദ്ധരോടോർമ്മയെ ഘോഷിക്കും ഞങ്ങൾക്കോ വേഗതർക്കും പുണ്യം നൽകാ തൽ പ്രാർത്ഥനയാ ഭൗമിക സഭയെ മാതാവിന്നും ശുദ്ധമാക്കും വിഗതർക്കും നല്ല സ്മൃതി വളരട്ടെ. കാദിശാലോഹോ മുഖദിശോനോ ദുഃഖാദിശേ Kadishad Hailsono Muhailono Dasalite Kadishad Lomo Yoso Yoga Bhagudishal Kadishe Desnaladuni Tulosa Israra Mila കാദിശാലോഹോ മുഖദിശോനോ ദുഃഖാദിശേ Kadishad Hailsono Muhailono Dasalite Kadishad Lomo Yoso Yoga Bhagudishal Kadishe Desnaladuni Tulosa Israra Mila കാദിശാലോഹോ മുഖദിശോനോ ദുഃഖാദിശേ Kadishad Hailsono Muhailono Dasalite Kadishad Lomo Yoso Yoga Bhagudishal Kadishe Desnaladuni Tulosa Israra Mila മോറാനെസറാഹാമേല Moran Kusurahe Mila Moran Kavi Dishmishtam Pasalavosa Nisaraha Mila ശുഭഹോലുകാലോഹോ Subholak Boruyo Subholak Malkam Shizul Hoyal Hatoy Abdan Yavarakumo സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ യാതൊരു ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആദർശം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അഖിലം ഞാനാരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചോന്നു ഞാൻ ദർശിച്ചില്ല. തൽ സ്നേഹത്താലേ ധാർമ്മികനാം യോസേപ്പാർന്നു മിസ്രയീം രാജ്യത്തു. മഹിതൻ മൂസ വിഭാഗിച്ച വടിയാൽ വാരീതിയെ ഹാനനിയാദ്യന്മാരതിനാൽ അഗ്നിയിൽ നിന്നൊന്റെ ക്ഷീധരായി തങ്കത്തെ കാളതു കാമ്യം മധുവിലു മധുമധുരോ പാരോ ദൈവാരാധനയെ സ്നേഹിപ്പോൻ ധന്യൻ പാർക്കുമോ. കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വിട്ടേ തീന്നും മത്സ്യത്തെ ദർശിച്ചാർന്നേശ്വര്യം വിസ്മയ സഹിതം നൽകുമ്പോൾ ചിന്തിച്ചേവം ഞാൻ. ഭുവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടി മധ്യയിലും ന്യായവിധിക്കെത്തിയില്ല. ജീവിയെന്തിനു നീ പോ കൺമുൻപിൽ വിധി കണ്ടാലും പരനെ വിഴുങ്ങും കുറ്റക്കാരവരെ ഏൽക്കുന്നോ തന്നെ മുറിയോറാകിൽ വീലൈനോദാരി. പാപികളോടാർദ്രതയുള്ളോനേ നാഥ കാരുണ്യം ചെയ്നീ. ന്യായ തീർപ്പിന ദുഃഖം പൂണ്ടോ നീ വാതിൽ മുട്ടുന്നു കാരുണ്യത്താൽ നൽകിടും യാചനയെ. സ്വർഗസ്ഥൻ താതാ പ്രാർത്ഥിക്കുന്നടിയാർ കൈകൊണ്ടേ കർമ്മോ കാരുണ്യം ചെയ്യുക. വീണവത്തൻ നാഥ മൺമയരാശയുമേ കൈകൊണ്ടേ കർമ്മം കാരുണ്യം ചെയ്യുക. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ബാറക്കുമോറത്തിന് തന്നെ മറവിലിരിക്കുന്നതിനും ദൈവത്തിന് തന്നെ മഹത്വപ്പെടുന്നതിനുമായ മനുഷ്യ ഞാൻ ആശ്രയിക്കുന്നതെയോ നീ ആണെന്ന് പറയാം. എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്നെ തോളിൽ നിന്നെ രക്ഷിക്കുവാൻ ചെറിയിൽ നിന്ന് മറയ്ക്കപ്പെടും. അവന്റെ സത്യനിഷ്ഠിലായുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലോതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു നാരളും നിന്റെ വലുതുവാകുന്ന 14 വീഴും. അവർ നിങ്കിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതികാരത്തെ നീ കാണും. എന്തെന്നാരെങ്കിലും വാസനമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാവുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുമില്ല. എന്തെന്നാ നിന്റെ സ്വലുകളിൽ നിന്നെ കാക്കുന്നതിനായിട്ട് അവൻ നിന്നെ മാലാമാരും നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്ന് കടുർച്ച ഉണ്ടാകാതിരിപ്പാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. നീ ചോട്ടും സിംഹത്തെയും പെരുമാനെയും നിമിതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ പരീക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ
വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് എണീക്കും. അവനെ ഞാൻ ബലപ്പെടുത്തി ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതങ്ങളിലേക്ക് എന്നെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. നിന്റെ കള്ളവൻ സമ്മതിക്കുകയില്ല, നിന്റെ ആൾക്കാരോട് തൂങ്ങുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല. നിന്റെ ആൾക്കാരൻ കർത്താവെന്നോ, കർത്താവിന്റെ വലുതിന് നിനക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. ദോഷങ്ങളും നിന്നെയും കാത്തുള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെയും കാത്തുള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ശുഭ്ഹുലാബുൽ ബ്രോമൽ റുഹു ഖാദീശോ. ഹല്ലേലൂയ 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 മിൻവോലമദാമൽ വോലമൽ മിനാമേ. അത്യുന്നതനുടെ മറവിലിരിക്കും നാഥ, കൃപയിൻ ചിറകിൻ കീഴിൽ ചേർക്കണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നോനെ, നിന്നടിയാർ താൻ യാചനയെ കേട്ടിടണമേ. മഹിമയിഴും രാജാവാ രക്ഷകമശിഹാശമനമെഴും, സന്ധ്യതും പുണ്യം നിറയും രാവും ഞങ്ങൾ കേകണമേ. മിഴിനിങ്കലുയർത്തും നിങ്ങൾ കടപാപങ്ങളെ മോചിക്കാം. ഇരുലോകങ്ങളിലും ഞങ്ങൾ കരുളേടണമേ കാരുണ്യം. നിൻ കൃപ ഇവരെ മറയ്ക്കണമേ, അഭിമുഖമായി ദയ നിൽക്കണമേ. ദുഷ്ടപ്പടയിൽ നിന്നും കാത്തിടട്ടെ നിൻ ശ്ലീഭ. ആജീവം വീടണമേ, നിന്റെ വലങ്കൈ ഞങ്ങളുടെ മേൽ. നിൻ സമമങ്ങളിൽ അമരട്ടെ, യാചിച്ചിടും ആത്മാക്കൾക്കായി ശരണവും അവനവുമേകണമേ. മാതൃവിശുദ്ധ്യഭ്യർത്ഥനയാൽ കടപരിഹാരം നൽകി എന്മേൽ ദേവേശ ചെയ്തിടണമേ കാരുണ്യം. എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം. എന്നെന്നും കർത്താവിൻ ബഹുമാനം ധന്യം. എന്നേക്കും കർത്താവിൻ ബഹുമാനം ധന്യം. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ ദയ ചെയ്തിടണമേ. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ ദയ ചെയ്തിടണമേ. പരിപാവനനെ സംസ്തുത്യ തൃത്വാത്മകനെ കൃപയാൽ ദയ ചെയ്തിടണമേ. പരിപാവനവും സംസ്തുത്യനുമാണെന്നും നീ. പരിപാവനനും സംസ്തുത്യനുമാണെന്നും നീ. പരിപാവനനെന്നേക്കും തിരുനാമം ധന്യം. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. നിത്യവും ആശ്രയമേ സ്തോത്രം ബാരക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകോപത്തിനും സർവ്വലോകർക്കും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സ്വരാംശത്തിൽ പിതാവിനോടാവുന്നായിരിക്കുന്നവനും തന്നാൽ സ്ഥലവും നിർമ്മിക്കപ്പെട്ടവൻ മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൃഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ മാതാവായ ശുദ്ധാകന്യമറിയാമിൻ ശരീരമായി തീർന്നു മനുഷ്യനായ വന്ധ്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തുറക്കപ്പെട്ട് കഷ്ടത്തിന് വഹിച്ച് മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് വാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ
തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനായ യേശുവിനായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിമാരും സ്ത്രീയന്മാരും മുഖാന്തരനുമായ ജീവൻ വിശുദ്ധിയുള്ള ഏകരുവായാലും കാതോലികവും ശ്ലൈഹികമായ ഏകാവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമദീസ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളേറ്റ് പറഞ്ഞ മരിച്ചു വേണ്ട ഏർപ്പനും വരുവാനിരിക്കുന്ന ലോകത്തിലെ വിജയജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്നാൾ സ്തുതിയോടു രാജമഖേ ഹാലേ ലൂയായോ ഹാലേ ലൂയാ നിൻ വലഭാഗേ രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാ മിൻ പോലം പാദമുൽ
ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാടേടും ബാറക്കുമോ നിന്നവരി ചൊരുതാതന്നോ മോറിവാനിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടിച്ചോടിടുന്ന റൂഹാവന്നി നിൻ പ്രാർത്ഥന കൃപയേറ്റേ ഞങ്ങൾക്കെന്നും മുറിയോറാകെ മേലേക്കോ ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളയും തൻ കോപത്തിൻ വടികളയും ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്ധ്യാ പ്രാർത്ഥന സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. വാങ്ങിപ്പോയവർക്ക് യെരൂശലേമിലെ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദേശത്തെയും ദേശനിവാസികളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, സ്വർഗീയ മഹോന്നതങ്ങളിൽ ബലഹീനരാടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടേ സ്വീകാര്യോഗ്യമായി തീരുമാറാകണമേ. ആബ്ബ്രറൂഹു ഖാദീശോ ഹോശോ വബ്കുലിസ്ബാൻ ലുൽമി കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേക്ക് നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ ഞങ്ങളുടെ കർത്താവേ, സുസിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയും മർത്തോറിയമേ, തമ്പുരാന്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മനസ്സമേതം ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എത്രയും ബഹുമാനരായ തോമസ് അച്ഛൻ, ജേക്കബ് അച്ഛൻ, ബിജു അച്ഛൻ, മോവിൻ അച്ഛൻ, ശുശ്രൂഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ദേശത്തിന് അനുഗ്രഹമായി നിലകൊള്ളുന്ന നമ്മുടെ പരിശുദ്ധ ദേവാലയം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആരെ ദൈവം തിരഞ്ഞെടുത്തുവോ ആ ഭാഗ്യവാനും പുണ്യവാനുമായ മോറിവാനിയോസ് ഭാവായുടെ ദുഃഖറോനോ ഇന്നും നാളെയുമായി നാം ഭക്തിയാദരവും കൊണ്ടാടുന്നു. ഓരോ വിശുദ്ധന്മാരുടെ ഓർമ്മ സത്യവിശ്വാസത്തെ അനുഗമിക്കുവാനുള്ളതാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ച്
സുറിയാനി സഭയുടെ പാരമ്പര്യം, പ്രാർത്ഥനകൾ എല്ലാം അത് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വായിച്ചേണ്ടതായ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുമാകുന്നു. ഒരുവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്തെ പ്രബോധനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു പ്രബോധനമായിരുന്നു മറ്റുള്ളവരെ കരുതുക എന്നുള്ളത്. ഇതിനെ ഇപ്രകാരം ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ഡീട്രിച്ച് ബോൺഹോഫർ ഇങ്ങനെ പറയുന്നുണ്ട്: ജീസസ് എ മാൻ ഫോർ അതേഴ്സ്. ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവൻ. മറ്റുള്ളവർക്കായി തൻ്റെ ജീവനെ കൊടുക്കുവാനാണ് കർത്താവിൻ്റെ നിയോഗമെന്ന് പലപ്പോഴും കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും അത്രയും ഞാൻ വന്നത്. തൻ്റെ ജീവനെ ത്യജിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്കായി മാറ്റപ്പെട്ടൊരു ജീവിതമാണ് കർത്താവായ യേശു മിശിഹായുടെ ജീവിതമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. ഇവിടെ കർത്താവ് തന്നെ അനുഗമിക്കുന്നവർക്ക് കൊടുക്കുന്ന കൽപ്പന ഇതാകുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ് എൻ്റെ കൽപ്പന. എങ്ങനെ സ്നേഹിക്കണം? ഒരുവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. ആ സ്നേഹത്തിൻ്റെ പരമമായ ഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കായി കൊടുക്കുക എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദിമ സഭയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ സുവ്യക്തമായിട്ട് ഈ ജീവിതശൈലി കാണുവാൻ സാധിക്കും. ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, 4-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ AD 313 കുസ്തന്തിനോസ് രാജാവ് ക്രിസ്ത്യാനിയായി മാറ്റപ്പെട്ടതിനെ തുടർന്നാണ് ക്രിസ്ത്യാനികൾക്ക് റോമാ സാമ്രാജ്യത്തിൽ ഒരു അവകാശം ലഭിക്കുന്നത്. അതുവരെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധന്മാരെന്നറിയപ്പെട്ടു. കാരണം ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും കൊല്ലപ്പെടാം. അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അതായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഒരു മതത്തെ അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനൊരു ലൈസൻസ് വേണം. നമുക്കറിയാം, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ശൗൽ അധികാരപത്രവുമായി ദമസ്കോസിലോട്ട് പോയത്. പക്ഷെ പിന്നീട് പൗലോസായിട്ട് മാറ്റപ്പെട്ടത് മറ്റൊരു ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഒട്ടനവധി പേർ രക്തസാക്ഷികളായി. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി. അവർ ശിഷ്യന്മാരും രക്തസാക്ഷികളായി. എന്നാൽ 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ക്രിസ്ത്യാനികൾക്ക് ആ സമൂഹത്തിൽ സ്ഥാനം ലഭിക്കുന്നത്. തീർന്നില്ല, നാം പഠിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ക്രിസ്ത്യാനി എന്ന പേരുണ്ടായി. നമുക്കറിയാം, യെരൂശലേമിലും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ത്യോക്യയിൽ വെച്ചാണ് ആ പേര് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം ആ ക്രിസ്ത്യാനികൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നത്രേ.
എന്തായിരുന്നു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറായ ഒരു കൂട്ടമായിരുന്നു. അതുകൊണ്ടാണ് അവരെ അടിച്ചമർത്തുവാനായിട്ട് ശൗൽ പുറപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവായ യേശു മിശിഹായുടെ ഈ കൽപ്പന, ഒരുവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല എന്നുള്ള ആ വലിയ കൽപ്പന ആദിമ സഭാ ജീവിതത്തിന്റെ ക്രിസ്ത്യാനികളുടെ ഭാഗമായിരുന്നു. പിന്നീട് നമുക്കറിയാം, ക്രിസ്തു മതം വളർന്നു, പല ഭാഗത്തേക്കും പ്രചരിച്ചു. എങ്കിൽ പോലും പല ദേശത്തും ക്രിസ്ത്യാനികൾ പീഡനത്തിനിരയായി. ഇവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സൗകര്യങ്ങൾ കുറവായിരുന്നൊരു കാലഘട്ടത്തിൽ തീർന്നില്ല യാത്രാക്ലേശം അതികഠിനമായിരുന്ന ഒരു സമയത്ത് അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ പത്രോസിന്റെ അപ്പോസ്തോലിക സിംഹാസനം, അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാർ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നത്. നമുക്കറിയാം, 17-ാം നൂറ്റാണ്ട് ഒത്തിരി പിതാക്കന്മാരാൽ സമ്പന്നമായിരുന്നു. വടക്കമ്പറൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മോർ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ, പിന്നീട് 1685 മോർ ബാസേലിയോസ് മഫ്രിയാന, കൂടെ മോർ ഇവാനോസ് ഹിദായത്തുള്ള ബാവ എന്നിങ്ങനെ പിതാക്കന്മാർ ഈ ദേശത്തേക്ക് കടന്നു വന്ന് ഈ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു. ആദിമ സഭാ ജീവിതത്തിന്റെ പ്രത്യേകതയായ തൻ്റെ ജീവനെ കൊടുക്കുവാൻ തയ്യാറായ സമൂഹത്തിന്റെ പിൻതലമുറക്കാരായിരുന്നു ഈ പിതാക്കന്മാർ. ഈ ദേശത്ത് വന്നാൽ എങ്ങനെ ജീവിക്കും, എന്താണ് തങ്ങളെ കാത്തിരിക്കുന്നുള്ള ഒരു വലിയ അസ്വസ്ഥതകളെല്ലാം അവരെ ഭരിച്ചിരിക്കാം. പക്ഷേ മലങ്കരയിലെ മക്കൾ സത്യവിശ്വാസത്തിന് വേണ്ടി കേഴുന്നു എന്ന് കേട്ടപ്പോൾ ആ പിതാക്കന്മാർ 93 വയസ്സുകാരനായ മോർ ബാസേലിയോസ് മഫ്രിയാന തൻ്റെ പ്രായാധിക്യത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ദേശത്തേക്ക് പുറപ്പെട്ടു പോന്നു. അവരെല്ലാവരും തൻ്റെ ജീവനെ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തവരായിരുന്നു. കർത്താവിൻ്റെ കൽപ്പന തങ്ങളുടെ ജീവിതത്തിൽ പാലിച്ച പിതാക്കന്മാരായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നും അവർ പഠിപ്പിച്ചു തന്നായ സത്യവിശ്വാസത്തിൽ എന്തുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്? പല ദേശത്തും പല സമയത്തും പല ദേശത്തു നിന്നും ഇവിടേക്ക് പലരും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പിതാക്കന്മാരുടെ സത്യവിശ്വാസം, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ പാരമ്പര്യം എല്ലാം മലങ്കരയുടെ മക്കൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്? ഇന്നും ഈ വിശ്വാസത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള, ഇല്ലാതാക്കുവാനായിട്ടുള്ള ഒത്തിരി പ്രവണതകളും പരിശ്രമങ്ങളും നടക്കുമ്പോഴും ഇല്ല, ഞങ്ങൾ അതിൽ നിന്നും പിൻവാങ്ങുകയില്ല എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല, അവർ നമ്മോട് കാണിച്ചതായ ആ വലിയ സ്നേഹത്തിന്റെ പ്രതിഫലനമാകും. ഇന്ന് നാം അവർ പഠിപ്പിച്ച സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ കടമയാകും, നമ്മുടെ കർത്തവ്യമാകും. എന്താണ് കൽപ്പന? നമുക്കറിയാം, ഓരോ കൽപ്പനകളും നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ കടമകളാണ്. ഏദൻ തോട്ടത്തിൽ ഒരു കൽപ്പന ദൈവം കൊടുത്തു. എന്നാൽ ആ കൽപ്പന ലംഘിക്കപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ പലപ്പോഴും കൽപ്പനകൾ ലംഘിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് നമ്മുടെ കടമകളിൽ നിന്ന് പിൻവാങ്ങിയതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ സത്യസുറിയാനി സഭയുടെ സ്തുതിച്ചുവാക്കപ്പെട്ട സത്യസുറിയാനി സഭയുടെ മക്കളായ നാം ഇന്നും നമ്മുടെ പിതാക്കന്മാരിൽ കൂടി, നമ്മുടെ പൂർവികന്മാരിൽ കൂടി കൈമാറി തന്നതായ ആ കടമകൾ, കൽപ്പനകൾ ഇന്നും
പാലിച്ചു കൊണ്ടുവരുന്നു. കോവിഡാണ്, ഒത്തിരി പേർക്ക് കൂടുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ എത്രമാത്രം ആളുകളാണ് നീ ദേവാലയത്തിലും പരിസരത്തും തിങ്ങിക്കൂടേണ്ടിയിരുന്നത്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം നാം ഒരു വേള മാറ്റിവെക്കുന്നു. സാധ്യമാകുന്ന ആളുകൾ ഇന്നും ദേവാലയത്തിൽ വന്നു. ഒട്ടനവധി ഭവനങ്ങൾ അവൾ ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ ഈ പ്രാർത്ഥനയെല്ലാം സംബന്ധിക്കുന്നു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ സത്യവിശ്വാസത്തെ മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് നാം ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ശുനോയോ പെരുന്നാൾ കൊണ്ടാടി. മാതാവിനെ കാണിച്ചിരുന്ന 2 സാഹചര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുവാനായിട്ട് ജാഗരണത്തോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ സുവാർത്ത ദൂതനായ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്ന് പ്രഭാത പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ വ്രതമോട് നിന്നെ പ്രസവിച്ച് പ്രാർത്ഥനയും ഭക്തിയുമെല്ലാം ഒരു സത്യവിശ്വാസത്തിന്റെ അടയാളങ്ങളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ സത്യവിശ്വാസത്തിലും അതിൽ തെളിഞ്ഞു കാണുന്നത് പ്രാർത്ഥനയും ഭക്തിയുമാണ്. ഈ സത്യവിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഭക്തിയുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയുമെല്ലാം ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് എന്തെല്ലാം പ്രയാസങ്ങൾ മുൻപിൽ നിൽക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ തലയുടെ മുകളിൽ വരെ വെള്ളമെത്തി, എങ്കിൽ പോലും അതിനെയൊന്നും പേടിക്കാതെ, ഭയപ്പെടാതെ, ഭയചകിതരാകാതെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു തന്നത് ഈ പ്രാർത്ഥനയും ഭക്തിയുമാണ്. അതിലൂടെയാണ് പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ടത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതൊരു കഥാപാത്രങ്ങളെയും നോക്കിയാൽ, ജീവിതങ്ങളെയും നോക്കിയാൽ, അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തി നമുക്ക് കാണുവാൻ സാധിക്കും. അവരായിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ദൃഢചിത്തതയോടെ നിന്നതായിട്ട് കാണുവാൻ സാധിക്കും. തള്ളിപ്പറയുന്ന ഒരു വിശ്വാസത്തെയും വിശുദ്ധ വേദോത്സവം നമുക്ക് കാണിച്ചിരുന്നില്ല. കർത്താവിൻ്റെ കൽപ്പന ഇവിടെ സ്പഷ്ടമാകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാവുന്ന എൻ്റെ കൽപ്പന. ഒരുവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. ഇന്ന് നാമും ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ ദേവാലയം സ്ഥാപിതമാകുവാൻ ദൈവം നിയോഗിച്ച മൊറിവാനിയോ സിദ്ധായത്തുള്ള ഭാവയുടെ വിശ്വാസത്തിൽ നാം ഇന്നും നമ്മുടെ ഹൃദയത്തോടും ജീവിതത്തോടും ചേർത്ത് പിടിക്കുമ്പോൾ നാം കൽപ്പന പാലിക്കുന്നവരായി മാറുന്നു. അന്ന് പിതാക്കന്മാർ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ച് ഈ ദേശത്തെ കടന്നു വന്നുവെങ്കിൽ ഇന്ന് നാമും അവരോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി ഈ വിശ്വാസം നാം നമ്മുടെ ഹൃദയത്തോടും ജീവിതത്തോടും ചേർത്ത് പിടിക്കും. പുണ്യശ്ലോകനായ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ഭാവായുടെ ആ അന്ത്യകൽപ്പനയുടെ വാചകങ്ങൾ നമുക്ക് ഓർക്കാം. മക്കളെ, അന്ത്യോക്യ സിംഹാസനത്തെ മറക്കരുത്, അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണം. അടുത്ത തലമുറയ്ക്ക് അതിനെ അവകാശമായി നൽകണം. അടുത്ത തലമുറയ്ക്ക് അതിന് അവകാശമായി നൽകണം. സത്യവിശ്വാസത്തോടുള്ള നമ്മുടെ സ്നേഹം, പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി നാം സത്യവിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ആ വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് പിതാക്കന്മാരെ ദുഃഖറോനോ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
അതുകൊണ്ട് ഞാൻ പറയും, ദുഃഖ്രോനോ പെരുന്നാൾ ആഘോഷങ്ങളല്ല, അവ അനുസ്മരണങ്ങളാണ്. ഇറ്റ്സ് എ കോമമറേഷൻ. അനുസ്മരണങ്ങളാണ്. എന്താണ് ഈ അനുസ്മരണം നമുക്ക് നൽകുന്ന പാഠങ്ങൾ? ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടിയിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ പെരുന്നാളുകളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ വലിയ പാഠം ഇത് തന്നെയാകുന്നു. എങ്ങനെയാണോ പിതാക്കന്മാർ ത്യാഗം സഹിച്ച് കഷ്ടതകൾ, ദുഃഖങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഈ ദേശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചതുപോലെ അടുത്ത തലമുറയും ഈ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുവാനുള്ള ഒരു വലിയ കടമ നമുക്കുണ്ട്. പത്രം വായിക്കുമ്പോൾ ഒന്ന് ഒത്തിരി പേടി തോന്നുന്നു. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് യുവതലമുറയ്ക്ക് വഴി തെറ്റുന്നത്? വളരെ ലാഘവത്തോടുകൂടി നെല്ലാം എടുക്കുക. ഇന്ന് അപകടകരമായി വണ്ടി ഓടിച്ച് അപകടം അപകടം വരുത്തി വെക്കുന്നതായ സാഹചര്യങ്ങൾ, നിരപരാധികൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. മറുവശത്ത് ജീവിതത്തെ വളരെ ലാഘവത്തോടെ എടുത്ത് നിമിഷ നേരത്തേക്കുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. നാം ദുരന്തമുഖത്താണ് ജീവിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്. അവിടെയാണ് പിതാക്കന്മാർ കൈമാറി തന്ന സത്യവിശ്വാസത്തിൽ ജീവിക്കുവാനും അത് തലമുറയ്ക്ക് കൈമാറുവാനുമുള്ള വലിയ ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്. ഈ വിശ്വാസം ഇവിടെ നിലനിൽക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൂർവികന്മാരെ വഴി നടത്തിയതായ പിതാക്കന്മാരെ വിശ്വാസം ഉണ്ടാകും. എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ വഴിയിൽ നിന്ന് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും വഴിയിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും. പക്ഷേ നമ്മുടെ തലമുറകളെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുവാൻ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രസക്തിയൊക്കെ ഒത്തിരി മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് സൺഡേ സ്കൂളിൽ വന്ന് പഠിക്കുവാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, കഴിഞ്ഞ വർഷം നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചു. 1 മുതൽ 9 വരെയുള്ള പരീക്ഷകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മൾ നടത്തിയത്. പക്ഷെ നമ്മളെല്ലാവരും തീരുമാനിച്ചു 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ അതിൻ്റെ ഗൗരവം ചോർന്നു പോകാതെ എഴുത്ത് പരീക്ഷയെ നടത്തണം. ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അവർക്ക് പോലും പരീക്ഷ എഴുതുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി. ഞങ്ങളുടെ എല്ലാം കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി പോലും പരീക്ഷ എഴുതാതെ മാറി നിന്നില്ല. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് സൺഡേ സ്കൂൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നല്ലത് ചൊല്ലിക്കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ അവർ അതിൽ നിലനിൽക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ പെരുന്നാളുകളും നമ്മുടെ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ തലമുറകൾക്ക് അത് അവകാശമായി കൈമാറുവാനുള്ള ഒരു വലിയ കടമ കൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മോറിവാനിയോസ് ഈദായത്തുള്ള ഭാവ ഈ മണ്ണിലേക്ക് കടന്നു വന്ന് ദേശത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് തലമുറകൾക്ക് അനുഗ്രഹമായി ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ നാമത്തിൽ ഈ പള്ളി സ്ഥാപിച്ചു. ഏതൊരു ഉദ്ദേശത്തെ പ്രതി അനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദേവാലയം സ്ഥാപിച്ചു. ആ സത്യവിശ്വാസം ഇവിടെ പുലരുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലെ ഭവനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, ദൈവമക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോറിവാനിയോസ് ഭാവായുടെ അനുഗ്രഹീതമായ ഓർമ്മ
ഈ ദേശത്തിനും ദേശനിവാസികൾക്കും ഇടവകയ്ക്കും എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹത്തിനായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ സ്ഥാപക പിതാവായ മോർ ഇവാനിയോസ് ബാവായുടെ ഈ വർഷത്തെ 327ാമത് വാർഷിക പെരുന്നാളിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെരുന്നാൾ സന്ദേശം നൽകി അനുഗ്രഹിച്ച നമ്മുടെ മേഖലയുടെ മെത്രാപ്പൊലീത്ത അഭിനന്ദ പിതാവായ മോർ അന്തിമോസ് തിരുമനസിന് ഇടവയുടെ പേരിൽ തൃക്കരമുത്തിക്കൊണ്ട് തൃപ്പാദ്യങ്ങൾ നന്ദി സ്നേഹം അറിയിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സന്നിഹിതരായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛനോടും അതോടൊപ്പം തന്നെ മലങ്കുഴിയിൽ ജേക്കപ്പച്ചനോടും അതോടൊപ്പം തന്നെ മോബിനച്ചനോടുള്ള നന്ദി സ്നേഹവും ഇടവേട് പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ പ്രദക്ഷിണമാണ് താഴത്തെ കുരിശിൻ തൊട്ടിയിലേക്ക്. ഇന്നലെ സന്ധ്യയ്ക്കും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം താഴത്തെ കുരിശിൻ തൊട്ടിയിലേക്ക് പോയതുപോലെ തന്നെ പ്രദക്ഷിണം പോകുന്നതാണ്. ഏറ്റവും മുന്നിലായിട്ട് ഒരു മരക്കുരിശും ഒരു വെള്ളിക്കുരിശും 2 കൊടിയും 2 കൊടയും മേക്കട്ടിയുമാണ് ഇന്നലെ പോയത്. ഇന്ന് രാവിലെയും അതുപോലെ തന്നെയാണ് പോയത്. ഇന്ന് സന്ധ്യയ്ക്കും ഇത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രദക്ഷിണം പോകുന്ന സമയത്ത് പള്ളിയകത്ത് ഇരിക്കുന്നവർ, പള്ളിയുടെ വരാന്തയിലിരിക്കുന്നവർ അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി. താഴെ പ്രദക്ഷിണം പോയി ദൈവപ്രാർത്ഥന നടത്തി തിരികെ വന്ന് ആശീർവാദം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വഴിപാടിട്ട് പള്ളിയിൽ നിന്നും പുറത്തു പോകാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രദക്ഷിണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതാണ്. ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും. തിരികെ വരുമ്പോൾ ആശീർവാദത്തിന് ശേഷം മാത്രമേ പള്ളിയുടെ പുറത്തേക്ക് പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. തീരുന്ന
നയവൻപന പൂലി തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൾ ലബനോൻ കാരകിൽ പോൽ മൃതതയിൽ വാർത്തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കുന്നവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ ശുഭുലാബൂല ബ്രോവൽ റൂഹു ഖാദീശോ മിൻമൂലം വാദാമൂലം വൽമീനമേ ഒരു പോലിംഗം മോറിവാനിയോസ് മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം സ്തോമിക്കാല സ്ത്രീലായുസോ ഭാഗ്യം നിബിയർക്കോ ഭാഗ്യം സ്ത്രീകൾക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനത്തിനെ വാഴ്ത്തുമോ ശുഭുലാബൂല ബ്രോവൽ റൂഹു ഖാദീശോ മസിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദിൽ വളർച്ചിറങ്ങുകൾ പൂണ്ടുന്നത പദമേറി മുറിയൂറാകിൽ നീലൈനോ ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും വായിച്ചിടാം. കരുണാകടലേ ഞാൻ നോക്കും ദൈവത്തനയാ എൻ പെരുകി പിഴകൾ വർദ്ധിച്ചു
സുഖമേൽക്കും നൂനം തിരുജനകൻ സ്നേഹത്താൽ
ശരണമേ നീ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ പെരുന്നാൾ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. വാങ്ങിപ്പോയവർക്ക് യെരൂശലേമിലെ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദേശത്തെയും ദേശനിവാസികളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, സ്വർഗീയ മഹോന്നതങ്ങളിൽ ബലഹീനരായ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ട് സ്വീകാര്യോഗ്യമായി തീരുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം
ചെലുത്തുവാനേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ, സ്തുതിക്കുക, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്ക് ഭർത്താവിനെ തമ്പുരാന്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ ദൈവപ്രാണമേ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സന്ധ്യയ്ക്കുള്ള സന്ധ്യ പ്രാർത്ഥനയ്ക്കും അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ശുശ്രൂഷകൾക്കെല്ലാം കാലാവസ്ഥ അനുകൂലമാക്കി തന്ന സർവശക്തിനോട് നന്ദിയും സ്നേഹവും നമുക്ക് സ്തോത്രം കരയേറ്റാം. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പെരുന്നാൾ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ മേഖല മെത്രാപ്പൊലീത്ത പിതാവായ മോർ അന്തിമോസ് തിരുമനസിനോടുള്ള നന്ദി സ്നേഹവും തൃക്കരമ്പത്തേക്ക് കൊണ്ട് തൃപ്പാദ്യങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠയെ നന്ദിയോടെ ഓർക്കുന്നു. പെരുന്നാളിന് ഓഹരിയെടുത്ത അനേക കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, നന്ദിയോടെ ഓർക്കുന്നു. മറ്റുള്ള കാര്യങ്ങളെല്ലാം നാളെ നന്ദി സൂചിപ്പിച്ചു കൊള്ളാം. എങ്കിലും ഇനിയും ആരെങ്കിലും ഓഹരി എടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം 500 രൂപയാണ് ഓഹരിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഹരി എടുക്കുവാൻ സമയമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നാളെ വിശുദ്ധ മൂന്നിൽ കുർബാനയാണ്. മൂന്നിൽ കുർബാനയ്ക്കുള്ള ആരെങ്കിലും ഏറ്റുകഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ട് മൂന്നിൽ കുർബാനയും ഏറ്റുകഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വഴിപാട് കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ വാങ്ങിയവരുടെയും പ്രത്യേകിച്ച് അനിതയ കുർബാനയ്ക്കുള്ള പേരുകളും ഇന്ന് തന്നെ കൊടുത്തിട്ട് വേണം പോകുവാനെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നാളെ രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ കുർബാനയും മൂന്നിൽ കുർബാനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെത്രാപ്പൊലീത്ത ട്രസ്റ്റി അതോടൊപ്പം തന്നെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തമായ മോർ ഗ്രിഗോറിയോസ് ജോസഫ് തിരുമനസ് കൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു. സഹകാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ മേഖലയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവയുടെ മുൻവികാരിയുമായ എത്രയും ബഹുമാനപ്പെട്ട എത്രയും വന്ദിനായ ജോർജ് മാതോട്ടം കോർപ്പിസ്കോപ്പ് അച്ഛനും അതോടൊപ്പം തന്നെ സഭയുടെ വൈദിക ട്രസ്റ്റി എത്രയും വന്യ സ്ലീബ പോൾ കോർപ്പിസ്കോപ്പ് അച്ഛനുമാണ് സഹകാർമ്മികത്വം വഹിക്കുന്നത് എന്നുകൂടി ഓർക്കുന്നു. നമ്മുടെ ഈ പെരുന്നാളിലെ പ്രോഗ്രാമെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മേഖലയുടെ നുഹ്രോവിഷൻ എന്ന ചാനലാണ്. നുഹ്രോവിഷൻ ടീം അംഗങ്ങളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെയും നന്ദിയോടെ ഓർക്കുന്നു. വന്നു ചേർന്ന എല്ലാ വിശ്വാസികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാവുന്നതാണ്. നാളെ രാവിലെ 7 മണിക്ക് 7:30 പ്രഭാത നമസ്കാരം. പറ്റുന്ന ആളുകൾ മാത്രം പള്ളിയിൽ വന്നാൽ മതി. പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് വേണം ആരാധനയിൽ സംബന്ധിക്കുവാനെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പള്ളിയകത്ത് 20-21 പേർക്ക് മാത്രമാണ് നിൽക്കുവാനുള്ള സാമൂഹിക അകലം പാലിച്ച് നിൽക്കുവാനുള്ള അവസരമുള്ളൂ. അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്നവർ പള്ളിയുടെ പുറത്ത് 2 വരാന്തയിലും പൂമുഖത്തുമായിട്ട് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് വേണം ആരാധനയിൽ നാളെ സംബന്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ എല്ലാവർക്കും വഴിപാടിട്ട് പുറത്തേക്ക് പോകാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.